So, Unboard Kanmani, directed by Liju Thomas, writer Anish Koduvalli, starring Arjun Ashokan, Anagha Narayanan, Nawaz Vallikunnu, Altaf Salim, Mridul Nair, മാല പാർവതി ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നാട്ടിൻപുറത്തുള്ള ഒരു മലബാറി നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന ഒരു ചെറിയൊരു കഥാപശ്ചാത്തലമാണ് ആക്ച്വലി ഈ സിനിമ. ആ നാട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ആ നാട്ടിൻ്റെതായിട്ടുള്ള നന്മകളും തിന്മകളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമ. അത് വളരെ നല്ല രീതിയിൽ കാണിച്ച് പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി അൺബോർഡ് കൺമണി എന്ന് പറയുന്നത്. സോ നാട്ടിൻപുറം ആകുന്ന സമയത്ത് അയൽവക്കവും അതിന് ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും കുടുംബശ്രീയും അങ്ങനെ പല പല പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കോമഡി കുറച്ച് ഇമോഷൻസ് ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ് ആക്ച്വലി അൺബോർഡ് കൺമണി എന്ന് പറയുന്നത്. അർജുൻ അശോകൻ പുള്ളിക്കാരൻ്റെ റോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, പെട്ടെന്നൊരു മലബാറി സ്ലാങ് പിടിക്കുന്നതിൻ്റെയോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു അത്യാവശ്യം ആ ഒരു കൂത്തുപറമ്പ് തലശ്ശേരി ഭാഗത്തുള്ള ആളെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പലപ്പോഴും കണ്ട് മറന്നിട്ടുള്ള ഒരാളെ പോലെ തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനഘ നാരായണനും പുള്ളിക്കാരിയുടെ റോള് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ഒരിക്കലെങ്കിലും ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ സിനിമ വന്നിട്ടുള്ളത്. വിശേഷം എന്ന് പറഞ്ഞ സിനിമ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടിയും സട്ടിലായിട്ടും അറ്റ് ദ സെയിം ടൈം വന്നിട്ട് കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആക്ച്വലി ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. കോമഡിയുടെ പറയുന്ന സമയത്തേക്ക് നവാസ് വള്ളിക്കുന്നും അതുപോലെ തന്നെ മൃദുൽ നായരൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട്, അവരുടെ ആ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആണ്. പല സ്ഥലത്തും നല്ല രസത്തിലുള്ള പല കോമഡികളും വന്നിട്ടുമുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാമൽ അബിയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി സരൺ രവീന്ദ്രൻ, അതുപോലെ തന്നെ എഡിറ്റിംഗ് സുനിൽ എസ് പിള്ളൈ എന്ന് പറയുന്നത്. ചെറിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിൻപുറവും അതിൻ്റെ ഒരു നിഷ്കളങ്കതയൊക്കെ കൂടി ചേർത്തിട്ടുള്ള നല്ല രീതിയിലുള്ള മ്യൂസിക് ഈ സിനിമേൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും മോശമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ആകെ മൊത്തത്തിൽ ഈ സിനിമ അതിൻ്റെ സ്കെയിലിനനുസരിച്ചിട്ട് വളരെ കൊച്ചൊരു സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാതരം പ്രേക്ഷകർക്കും ഇത് കണക്റ്റ് ആവുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചോദ്യമുണ്ട്. പക്ഷേ വെറുതെ ഒരു സിനിമ ഒരു നോർമൽ ഡേ എനി ഡേ ഒരു സിനിമ കാണണം എന്നുള്ള പെർസ്പെക്റ്റീവിൽ കണ്ട് ഒരു ഓക്കേഷ് അനുഭവം തരുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി അൺബോർഡ് കൺമണി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി തലശ്ശേരിയും ചുറ്റിപ്പറ്റി നടക്കുന്ന പരിപാടികളായതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ കണക്ട് ആയത്. എന്നാൽ പോലും വന്നിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണക്ട് ആവേണ്ടുന്ന സിനിമയാണ്. ജോണി ആൻ്റണി ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും കൂടി പുള്ളിക്കാരൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാലാ പാർവതിയും അമ്മയായിട്ട് അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ട് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഈ ചെറിയ ക്യാരക്ടേഴ്സിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ അയൽപക്കവും അതുപോലെ തന്നെ അവിടെയുള്ള അയൽപക്കം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി കുറേ കുറ്റവും കുറവും അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു അടുപ്പം ഉണ്ടാവില്ല. അതും ആ സിനിമയിൽ വന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അൺബോർഡ് കൺമണി തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ടുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ എനിക്കതിൽ വലിയ കമൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വന്നിട്ട് മോശമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ആക്ച്വലി അൺബോർഡ് കൺമണി ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ വർക്കൗട്ട് ആവണമെന്നില്ല. എന്നാലും ചിലവർക്ക് ഇൻ ദ സെൻസ് വന്നിട്ട് ഒരു ഫീൽ ഗുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടെങ്കിൽ ഒരു തവണ പോയി കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി അൺബോർഡ് കൺമണി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് അൺബോർഡ് കൺമണി ഇൻ തിയേറ്റേഴ്സ്. ബൈ.